ഹമാസ് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരു ബന്ദിയുടെ മരണം സ്ഥിരീകരിച്ചു ഇസ്രായേൽ. 86 വയസ്സുള്ള സ്ലോമോ മൻസൂറാണ് ഹമാസ് തടവിൽ കൊല്ലപ്പെട്ടത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലെ ഗ്രാമമായ കിബുത്സ് കിസുഫീമിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിനിടെയാണ് സ്ലോമോ മൻസൂറിനെ ഭീകരർ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. ഗാസയിൽ ഹമാസിന്റെ തടവിൽ ഒരു ഇസ്രായേലി ബന്ദി കൂടി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഇതോടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ കൊല്ലപ്പെട്ടത് 36 ഇസ്രായേൽ ബന്ദികളാണ്. ഇന്ന് രാവിലെയാണ് ബന്ദികളിൽ ഏറ്റവും പ്രായം കൂടിയ 86-കാരനായ സ്ലോമോ മൻസൂറിന്റെ മരണവിവരം ഔദ്യോഗികമായി കിബുട്സ് അധികൃതരെ സൈന്യം അറിയിച്ചത്. സ്ലോമോയുടെ മൃതദേഹം ഇപ്പോഴും ഹമാസിന്റെ പക്കലാണ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഗ്രാമ അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ്: സ്ലോമോ ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി അംഗം എന്നതിലുപരി ഒരു പിതാവും ഒരു മുത്തച്ഛനും യഥാർത്ഥ ഒരു സുഹൃത്തുമായിരുന്നു. കൂടാതെ കിബുത്സ് കിസൂഫിന്റെ ഹൃദയമിടിപ്പുമായിരുന്നു അദ്ദേഹം. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ദിവസങ്ങളിലൊന്നാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരാൻ നിർണായകമായി പ്രവർത്തിക്കണമെന്ന ഇസ്രായേൽ സർക്കാരിനോടും ലോക നേതാക്കളോടും അവർ ആവശ്യപ്പെടുകയാണ്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലെ ഗ്രാമമായ കിബുട്സ് കിസുഫൂമിൽ നിന്ന് ഭാര്യയുടെ കൺമുമ്പിൽ വച്ചാണ് സ്ലോമോയെ ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ഹമാസ് ഭീകരർ സ്വന്തം കാറിൽ തന്നെയാണ് അദ്ദേഹത്തെ ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. 1941 ഇറാഖിലെ ബാഗ്ദാദിൽ നടന്ന ഫർഹുദ് കൂട്ടക്കൊലയെ അതിജീവിച്ച ശേഷമാണ് കുടുംബത്തോടൊപ്പം സ്ലോമോ മൻസൂർ ഇസ്രായേലിലെത്തിയത്. ശേഷിക്കുന്ന ബന്ദികളുടെ ആരോഗ്യപരമായ കാര്യത്തിൽ വലിയ ആശങ്കയാണ് പുറത്തുവരുന്നത്. അതേസമയം മുഴുവൻ ബന്ദികളുടെയും മോചനം ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് നടത്തണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളുടെ കുടുംബാംഗങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.